നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കണക്ഷൻ മസ്റ്ററിംഗ് ഗ്യാസ് ഏജൻസികളിൽ വൻ തിരക്ക്. അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് അധികൃതർ. കമ്പനി ആപ്പ് ഉപയോഗിച്ച് ഓൺലൈനായി മസ്റ്ററിംഗ് നടത്താം. ചിറക്കടവ് പഞ്ചായത്തിനെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്താക്കി മാറ്റുന്നു. യജ്ഞത്തിന് തുടക്കം. പ്രഖ്യാപനം 2025 ജനുവരി 26-ന്. ഈരാറ്റുപേട്ടയ്ക്ക് സമീപം അമ്പാറയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മരിച്ചത് കളത്തൂക്കടവ് സ്വദേശി. അപകടം കാറും ബൈക്കും കൂട്ടിയിടിച്ച്. വാർത്തകൾ വിശദമായി. പാചകവാതക സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കൈവശമാണെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശിച്ച കണക്ഷൻ മസ്റ്ററിംഗിനായി ഗ്യാസ് ഏജൻസികളിൽ വൻ തിരക്ക്. അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴും വലിയ തോതിലാണ് ഉപഭോക്താക്കൾ ഏജൻസികളിലേക്ക് എത്തുന്നത്. ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗിനായി ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്ക്. പാചകവാതക സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കൈവശത്തിലാണോ എന്ന് ഉറപ്പാക്കാനാണ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തുന്നത്. അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴും വലിയ തോതിലാണ് ഉപഭോക്താക്കൾ ഏജൻസികളിലേക്ക് എത്തുന്നത്. മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ അടുത്ത മാസം മുതൽ ഗ്യാസ് ലഭിക്കില്ലെന്ന തെറ്റായ വാർത്ത പ്രചരിച്ചതോടെയാണ് ഏജൻസികൾക്ക് മുന്നിൽ ഉപഭോക്താക്കളുടെ തിരക്ക് കൂടിയത്. പ്രായമായവരുടെ പേരിലാണ് ഭൂരിഭാഗം പേരുടെയും കണക്ഷൻ. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നതും വയോധികരെയും രോഗികളെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഓൺലൈനിലൂടെ വിവരങ്ങൾ പുതുക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും മുതിർന്നവർക്ക് ഇതിന് കഴിയാറില്ല. ഏജൻസികൾ മസ്റ്ററിംഗ് നടത്തുന്നത് ഓൺലൈനിലൂടെ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്റർനെറ്റ് തടസ്സപ്പെടുന്നതും നടപടികൾ വൈകാൻ ഇടയാക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ സൈറ്റ് കിട്ടാതെ വരുമ്പോഴും പൊതുജനങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. അവർ രാവിലെ പണിയും കളഞ്ഞ് അവർ രാവിലെ മുതൽ ക്യൂവിൽ നിന്ന് ഈ മഴയത്ത് ക്യൂവിൽ നിന്ന് മഴ നനഞ്ഞ് ഒക്കെ വരുമ്പോഴത്തേക്കും അവരോട് അവസാനം കയറി വരുമ്പോൾ സൈറ്റ് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വയലൻ്റ് ആവും. അപ്പോൾ അങ്ങനെ പലയിടത്തും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇത്തരം സംഘർഷങ്ങളുടെ ഒന്നും യാതൊരു കാര്യവും ഇല്ലെന്നുള്ളതാണ്. ഇത് ആധാർ മസ്റ്ററിംഗ് നടത്തിയില്ല എന്നോർത്ത് ആർക്കും സിലിണ്ടർ ലഭിക്കാതെ വരുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടില്ല. മസ്റ്ററിംഗ് നടത്തുന്നവരിൽ ഏറെപ്പേരുടെയും ബുക്കിലെ പേര് മാറ്റേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഉടമ മരണപ്പെട്ടെങ്കിലും പേര് മാറാതെ കിടക്കുന്നതിനാൽ പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റാതെ മസ്റ്ററിംഗ് നടത്താനും കഴിയില്ല. ഇത് മസ്റ്ററിംഗ് വൈകുന്നതിന് മറ്റൊരു കാരണമാകുന്നുണ്ട്. കണക്ഷൻ എടുത്തവർ വിദേശത്തോ കിടപ്പ് രോഗിയോ ആണെങ്കിൽ മറ്റൊരാളുടെ പേരിന് കണക്ഷൻ മാറ്റി വേണം മസ്റ്ററിംഗ് നടത്താൻ. ഗ്യാസ് കണക്ഷൻ ബുക്ക്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോൺ എന്നിവ മസ്റ്ററിംഗ് നടത്താൻ എത്തുന്നവർ കൈവശം കരുതണം. ഏജൻസികളിൽ എത്താതെ കമ്പനി ആപ്പും ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പും ഡൗൺലോഡ് ചെയ്ത് മസ്റ്ററിംഗ് നടത്തുന്നവരും നിരവധിയാണ്. എന്നാൽ ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്നവർക്ക് ഫോണിൽ സന്ദേശം ലഭിക്കാത്തതും ആശയക്കുഴപ്പത്തിന് ഇടയാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള യജ്ഞത്തിന് തുടക്കമായി. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് KP ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്താക്കി മാറ്റുന്നു. 2025 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിക്കും. ഇതിന് മുന്നോടിയായുള്ള സാക്ഷരതാ യജ്ഞത്തിന് പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്തിലെ 20 വാർഡുകളിലെയും വീടുകളിൽ മെന്റർമാരെ ഉപയോഗിച്ച് ക്ലാസുകൾ നൽകും. യജ്ഞത്തിന്റെ ഉദ്ഘാടനം അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് KP ജയചന്ദ്രൻ നിർവഹിച്ചു. ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് അഡ്വക്കേറ്റ് KP ജയചന്ദ്രൻ പറഞ്ഞു. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം സംസ്ഥാനങ്ങൾക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ മടിക്കുന്നതായും KP ജയചന്ദ്രൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്? അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എന്തെല്ലാം സഹായങ്ങളും എന്തെല്ലാം ആ രീതിയിലുള്ള സമീപനം ഉണ്ടാവണം, തിരിച്ചും ഉണ്ടാകണം എന്നുള്ള കാര്യം ഭരണഘടനയിൽ പറയുന്നു. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ആളുകളല്ലാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ ഭരിക്കുന്നെങ്കിൽ ആ സംസ്ഥാനങ്ങളെ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായ ബാധ്യതകളിൽ പെടുത്തി സാമ്പത്തികമായ ഞെരുക്കമുണ്ടാക്കിക്കൊണ്ട് ആ ഒരു സംവിധാനമല്ലേ ഇപ്പൊ നമ്മുടെ രാജ്യത്ത്. അതാണ് ഭരണഘടന പറയുന്നത്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം ഒരു സംസ്ഥാന ഗവൺമെന്റിന് വേണമെങ്കിൽ ചെയ്യണം. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സേതുനാഥ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B രവീന്ദ്രൻ നായർ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, NT ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.
പാല ഈരാറ്റുപേട്ട റോഡിൽ അമ്പാറ അമ്പലം ജംഗ്ഷന് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. കളത്തൂക്കടവ് കുന്നപ്പള്ളിൽ എബിൻ ജോസ് ആണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ഈരാറ്റുപേട്ട പാല റൂട്ടിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കളത്തൂക്കടവ് കുന്നപ്പള്ളിൽ എബിൻ ജോസ് ആണ് മരണമടഞ്ഞത്. 24 വയസ്സായിരുന്നു. പാല റോഡിൽ അമ്പാറ അമ്പലം ജംഗ്ഷന് സമീപം ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. ഭരണങ്ങാനത്ത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ എബിൻ ജോലിസ്ഥലത്തേക്ക് പോകും വഴിയാണ് അപകടം. ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നും വന്ന ബൈക്ക് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ പാല ഭാഗത്തു നിന്നും വന്ന കാറുമായി ഇടിക്കുകയായിരുന്നുവെന്നാണ് വിവരം. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഭരണങ്ങാനത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പാലായിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും മരണമടഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാല. ഏപ്രിൽ മെയ് മാസങ്ങളിൽ രാജ്യത്തെ മൊത്തം റബ്ബർ ഉൽപാദനത്തിൽ 1000 മെട്രിക് ടണ്ണിന്റെ കുറവെന്ന് കണക്കുകൾ. മെയ് മാസത്തിൽ നേരത്തെ മഴ പെയ്തതാണ് ഉൽപാദന നഷ്ടത്തിന് കാരണമെന്നാണ് റബ്ബർ ബോർഡിന്റെ വിലയിരുത്തൽ. ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ രാജ്യത്തെ മൊത്തം റബ്ബർ ഉൽപാദനത്തിൽ 1000 മെട്രിക് ടണ്ണിന്റെ കുറവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2023-ൽ 82,000 മെട്രിക് ടണ്ണായിരുന്നു ഇതേ കാലയളവിലെ ഉൽപാദനം. എന്നാൽ ഈ വർഷം അത് 81,000 മെട്രിക് ടണ്ണായി കുറഞ്ഞു. മെയ് മാസത്തിൽ നേരത്തെ മഴ പെയ്തതാണ് ഉൽപാദനം കുറയാൻ കാരണമെന്നാണ് റബ്ബർ ബോർഡിന്റെ വിലയിരുത്തൽ. ആഭ്യന്തര പ്രകൃതിദത്ത റബ്ബർ ഉപഭോഗം 2023-24-ൽ 14,16,000 ടണ്ണാണ്. 2022-23-ൽ 13,50,000 ടണ്ണായിരുന്നു റബ്ബർ ഉപഭോഗം. 4.9% വർധനയാണ് റബ്ബർ ഉപഭോഗത്തിൽ ഉണ്ടായത്. കർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും ടയർ മേഖല 2023-24 കാലയളവിൽ 0.4% വളർച്ച നേടിയതായും റബ്ബർ ബോർഡിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2023-24-ലെ 14,16,000 മെട്രിക് ടൺ റബ്ബർ ഉപഭോഗത്തിൽ 5,81,345 മെട്രിക് ടണ്ണും ഷീറ്റ് റബ്ബറാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം BCM കോളേജ് 70-ാം വയസ്സിലേക്ക്. ആഘോഷങ്ങളുടെയും കർമ്മ പദ്ധതികളുടെയും ഉദ്ഘാടനം കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് നിർവഹിച്ചു. കോട്ടയം BCM കോളേജ് സപ്തതി നിറവിൽ. 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തുടക്കമായി. കോളേജ് രക്ഷാധികാരി കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്തയുമായ മാർ മാത്യു മൂലക്കാട്ട് സപ്തതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മിത ബുദ്ധി, റോബോട്ടിക് സാങ്കേതിക വിദ്യ എന്നിവയുടെ കാലഘട്ടത്തിലും ഏത് വിഷയത്തിനും മാനുഷിക മുഖം നൽകാൻ വിദ്യാഭ്യാസത്തിലൂടെ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോളേജ് മാനേജർ ഫാദർ എബ്രഹാം പറമ്പേട്ട് അധ്യക്ഷനായി. കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. സിറ്റി ഓഫ് ലെറ്റേഴ്സായി യുനെസ്കോ കോട്ടയത്തെ പ്രഖ്യാപിക്കുന്നതിനു വേണ്ട സത്വര നടപടികൾ കോട്ടയത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണെന്ന് ഫ്രാൻസിസ് ജോർജ് അഭിപ്രായപ്പെട്ടു. ഇവിടെ നമുക്ക് ഒരു വലിയ പദ്ധതി കൂടി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. സമീപകാലത്ത് കോഴിക്കോടിന് സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്നുള്ള യുനെസ്കോയുടെ ആ ഒരു ടാഗ് കൊടുക്കുകയുണ്ടായി. സാഹിത്യ നഗരം എന്നുള്ള ആ ഒരു ബഹുമതി അല്ലെങ്കിൽ ഒരു ടാഗ് യുനെസ്കോ കൊടുക്കുകയുണ്ടായി. വാസ്തവത്തിൽ കോട്ടയത്തിന് സിറ്റി ഓഫ് ലെറ്റേഴ്സ് എന്നുള്ള ആ ഒരു ടാഗ് വാങ്ങിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കണം. അതിൽ തീർച്ചയായിട്ടും അക്കാഡമിക് കമ്മ്യൂണിറ്റിക്കാണ് ഏറ്റവും വലിയ ഒരു സംഭാവന ചെയ്യാനുള്ളത്. കോളേജ് ഗവേണിംഗ് ബോർഡ് അംഗം തോമസ് ചാഴികാടൻ ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു. ജൂബിലി കൺവീനർ അനിൽ സ്റ്റീഫൻ കർമ്മ പദ്ധതി അവതരണം നിർവഹിച്ചു. പ്രൊഫസർ പ്രോ മാനേജർ ഡോക്ടർ TM ജോസഫ്, പ്രിൻസിപ്പൽ ഡോക്ടർ സ്റ്റിഫി തോമസ്, ബർസാർ ഫാദർ ഫിൽമോൻ കളത്ര, അധ്യാപകരായ എലിസബത്ത് ജോണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി രൂപം കൊണ്ടു. ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി മിതമായ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂലൈ 13 മുതൽ 15 വരെ അതിശക്തമായ മഴയ്ക്കും ജൂലൈ 12 മുതൽ 15 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ക്യാൻസർ എന്ന രോഗം ജീവിതത്തിന്റെ അവസാനമല്ലെന്ന് നിഷ ജോസ് കെ മാണി. മീനച്ചിൽ പഞ്ചായത്തിൽ നടന്ന ക്യാൻസർ ബോധവൽക്കരണ സെമിനാറിൽ പങ്കെടുക്കുകയായിരുന്നു നിഷ ജോസ്. ക്യാൻസർ ജീവിതത്തിന്റെ അവസാനമല്ലെന്നും മനോധൈര്യവും കൃത്യമായ ചികിത്സയും ഉണ്ടെങ്കിൽ ക്യാൻസറിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നും സാമൂഹ്യ പ്രവർത്തകയും മോട്ടിവേഷൻ സ്പീക്കറുമായ നിഷ ജോസ് കെ മാണി പറഞ്ഞു. മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ FNHW പ്രോഗ്രാമിന്റെ ഭാഗമായി നടന്ന ക്യാൻസർ ബോധവൽക്കരണ സെമിനാറിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. തന്റെ അതിജീവന കഥയും ക്യാൻസർ രോഗികൾക്കൊപ്പമുള്ള അനുഭവങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്ത നിഷ ക്യാൻസറിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാവണമെന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം
വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പൂവത്താനി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ലിൻസി മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. സ്ത്രീകൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ബ്രസ്റ്റ് ക്യാൻസർ, സർവിക്കൽ ക്യാൻസർ എന്നിവയെക്കുറിച്ച് പാലാ മാർസ്ലീവ മെഡിസിറ്റിയിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ റോണി ബെൻസൺ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. കേരളത്തിലെ 14 ജില്ലകളിലും വിശ്വബ്രാഹ്മണ ആചാര്യ സംഗമ മഹായജ്ഞം നടത്തുന്നു. കോട്ടയം ജില്ലയിലെ ആചാര്യ സംഗമം ജൂലൈ 14 നടക്കും. പകൽ 10 മണിക്ക് കോട്ടയം എംപ്ലോയീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പ്രഥമ ആചാര്യ സംഗമം നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോട്ടയത്ത് മാത്രമല്ല, കേരളത്തിലെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള 14 ജില്ലകളിലും സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രഥമ സംഗമം മധ്യ കേരളത്തിലെ കോട്ടയത്ത് തിരുനക്കര ക്ഷേത്ര സമീപമുള്ള എംപ്ലോയീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ വരുന്ന ജൂലൈ 14 ഞായറാഴ്ച 10 മണിക്ക് ആ പ്രഥമ സംഗമം നടക്കുകയാണ്. അറിയിപ്പ്: മേൽത്തരം WCT തെങ്ങിൻ തൈകൾ വിതരണത്തിനായി പനമറ്റത്തുള്ള എലിക്കുളം കൃഷിഭവനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സബ്സിഡി നിരക്കിൽ 50 രൂപ പ്രകാരമാണ് വിതരണം നടത്തുന്നത്. ഫോൺ 8281136783 9446275112. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ സ്വാശ്രയ വിഭാഗത്തിൽ ഇംഗ്ലീഷ് താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. ഫോൺ 042882343440. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണക്ഷൻ മസ്റ്ററിംഗ് ഗ്യാസ് ഏജൻസികളിൽ വൻ തിരക്ക്. അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് അധികൃതർ. കമ്പനി ആപ്പ് ഉപയോഗിച്ച് ഓൺലൈനായി മസ്റ്ററിംഗ് നടത്താം. ചിറക്കടവ് പഞ്ചായത്തിനെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്താക്കി മാറ്റുന്നു. യജ്ഞത്തിന് തുടക്കം. പ്രഖ്യാപനം 2025 ജനുവരി 26. ഈരാറ്റുപേട്ടയ്ക്ക് സമീപം അമ്പാറയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മരിച്ചത് കളത്തൂക്കടവ് സ്വദേശി. അപകടം കാറും ബൈക്കും കൂട്ടിയിടിച്ച്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.